നമസ്കാരം, എല്ലാവർക്കും പടനിലത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോഴുള്ളത് കളമശ്ശേരി നിയോജക മണ്ഡലത്തിലാണ്. ഇവിടെ പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് പി രാജീവും അബ്ദുൽ ഗഫൂറും MP ബിനുവുമാണ്. അവർ എന്തു പറയുന്നു എന്ന് കേൾക്കാം. ഒരു വശത്ത് മന്ത്രി, എതിർഭാഗത്ത് മുൻ മന്ത്രിയുടെ മകൻ. 2021 ഇടതു വലത് പോരാട്ടത്തിൻ്റെ തനി ആവർത്തനമാണ് കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ. സവിശേഷതകൾ മാത്രമല്ല, ആവേശവും വേണ്ടുവോളമുണ്ട് കളമശ്ശേരിയിലെ കടുപ്പമേറിയ പോരാട്ടത്തിന്. LDF സിറ്റിംഗ് MLAയും വ്യവസായ മന്ത്രിയുമായ പി രാജീവ് മത്സരിക്കുമ്പോൾ മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനും മുസ്ലിം ലീഗ് നേതാവുമായ അഡ്വക്കേറ്റ് VE അബ്ദുൽ ഗഫൂറാണ് UDF സ്ഥാനാർത്ഥി. ഇവർ തമ്മിലായിരുന്നു കഴിഞ്ഞ തവണയും മത്സരം. NDA സ്ഥാനാർത്ഥിയായി BDJSലെ MP ബിനുവിന് കന്നി അംഗം. കേരളത്തിലെ വാണിജ്യ തലസ്ഥാനമാണ് എറണാകുളമെങ്കിൽ ജില്ലയിലെ വ്യവസായങ്ങളേറെയും കേന്ദ്രീകരിച്ചിട്ടുള്ള മണ്ഡലമാണ് കളമശ്ശേരി. ഏലൂരും എടയാറും കളമശ്ശേരിയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ നൂറുകണക്കിന് വ്യവസായ സ്ഥാപനങ്ങളും ഫാക്ടറികളുമുണ്ട്. കിൻഫ്ര ഹൈടെക് പാർക്ക്, മെഡിക്കൽ കോളേജ്, ക്യാൻസർ റിസർച്ച് സെന്റർ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി എന്നീ പ്രധാന സ്ഥാപനങ്ങളും കളമശ്ശേരി മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. 2008 മണ്ഡലം രൂപീകരിച്ച ഘട്ടം മുതൽ UDFനെ പിന്തുണച്ച മണ്ഡലമാണ് കളമശ്ശേരി. 2011 ആദ്യ തെരഞ്ഞെടുപ്പിൽ VK ഇബ്രാഹിം കുഞ്ഞ് 7789 വോട്ടുകൾക്ക് CPMലെ K ചന്ദ്രൻപിള്ളയെ പരാജയപ്പെടുത്തി. 2016 ഇബ്രാഹിം കുഞ്ഞ് ഭൂരിപക്ഷം 12,000 വോട്ടിന് മുകളിലേക്ക് ഉയർത്തി. എന്നാൽ 2021 പി രാജീവ് കളമശ്ശേരിയിൽ ചെങ്കൊടി പാറിച്ചു. കന്നി അംഗത്തിനിറങ്ങിയ അബ്ദുൽ ഗഫൂറിനെ 15,336 വോട്ടുകൾക്കാണ് രാജീവ് പരാജയപ്പെടുത്തിയത്. അതേസമയം കഴിഞ്ഞ പാർലമെന്റ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മണ്ഡലത്തിൽ UDFനായിരുന്നു ആധിപത്യം. ഏലൂർ നഗരസഭയിൽ മാത്രമാണ് LDFന് മേൽക്കൈയുള്ളത്. കളമശ്ശേരി നഗരസഭയിലും മണ്ഡലത്തിലെ 4 ഗ്രാമപഞ്ചായത്തുകളിലും UDF ഭരണമാണ്. ഇടതു സർക്കാരിൽ പ്രധാന വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി എന്ന നിലയിൽ പി രാജീവിൻ്റെ മികവാണ് ഇടതുപക്ഷത്തിൻ്റെ മുഖ്യ പ്രചാരണ വിഷയം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ തുടർച്ചയായി 2 തവണ കേരളത്തെ 1ാം സ്ഥാനത്തെത്തിച്ച വ്യവസായ മന്ത്രി എന്ന ഖ്യാതി LDF ഉയർത്തിക്കാട്ടുന്നു. അതുകൊണ്ട് തന്നെ കളമശ്ശേരിയിൽ തൻ്റെ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് പി രാജീവ്. പൊതുവെ വളരെ പോസിറ്റീവായിട്ടുള്ള സാഹചര്യമാണ് കാണുന്നത്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഈ ഗവൺമെന്റിന്റെ നടപടികൾ അനുകൂലമായി പ്രതിഫലിച്ചിട്ടുണ്ട്. അവരുടെ നിലവാരം ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കുറെ കൂടി മുന്നോട്ട് പോകണം എന്നുള്ള ചിന്തയാണ് ജനങ്ങൾക്കുള്ളത്. ഒരു തുടർച്ച അനിവാര്യമാണ്. പല പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിക്കുമ്പോൾ ഒരു തുടർച്ച അനിവാര്യമാണ് എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ് പര്യടനത്തിലുടനീളം മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഒറ്റപ്പെട്ട ചില അപജയങ്ങൾ മാത്രമാണ്. അത് പൊതുവെ ഉള്ള പ്രകടനതയല്ല. ഇന്നത്തെ കാലത്തിന്റെ ഇത്തരത്തിലുള്ള വ്യാമോഹങ്ങൾക്ക് വിധേയമായി കുറച്ച് ആളുകളെല്ലാം, അപൂർവം ചില ആളുകൾ ഒരു അപജയത്തിന് വിധേയമായി എന്ന് മാത്രം കണ്ടാൽ മതി. അത് ജനങ്ങൾ അത് മനസ്സിലാക്കുകയും ശരിയായ നിലപാടുകൾ തന്നെ സ്വീകരിക്കുകയും ചെയ്യും എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഞാൻ കഴിഞ്ഞ 5 വർഷവും ജനപ്രതിനിധി എന്ന നിലയിലാണ് പ്രവർത്തിച്ചത്. മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്നതിനപ്പുറത്തേക്ക് ഒരു ജനപ്രതിനിധി, എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രതിനിധി. എനിക്കെതിരെ പ്രവർത്തിച്ചിരുന്നവർക്കും കഴിഞ്ഞ 5 വർഷം ഞാനല്ലാതെ മറ്റൊരു പ്രതിനിധി ഉണ്ടാവില്ല. ആ ധാരണയോടുകൂടി കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകാൻ ശ്രമിച്ചത്. അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതികൾ, സഹകരണ ബാങ്കുകൾ അവരാര് നയിക്കുന്നത് നോക്കിക്കൊണ്ടല്ല, അവരെയും ഈ വികസന പ്രവർത്തനങ്ങൾക്ക് ഒപ്പം ചേർത്ത് നിർത്താനാണ് ശ്രമിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി കുറെ കൂടി ഉയർന്ന ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ചില പദ്ധതികൾ നമുക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു, ചിലത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇവിടുത്തെ പദ്ധതികളുടെ ഒരു പ്രത്യേകത ഒപ്പം എന്നുള്ളതാണ്. അതായത് ജനിച്ചു വീഴുന്ന കുഞ്ഞു മുതൽ പ്രായമായി ഓർമ്മ മറയുന്നവർ വരെയുള്ള മനുഷ്യരുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഇടപെട്ടുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ നിലവാരം ഉയരണം. സാമ്പത്തികമായി മാത്രമല്ല, സാമൂഹ്യമായും സാംസ്കാരികമായി ഉയരണം.
അതിലിപ്പോൾ ഇവിടെ നന്മ നേരത്തെ ഒരു മാമ്പ്ര മാലസെൻ്റ് കോളനി എന്ന് അറിയപ്പെട്ടിരുന്ന സ്ഥലമുണ്ട്. അതിപ്പോൾ സങ്കേതം നന്മ ഗ്രാമമായി നമ്മളത് പരിവർത്തനം ചെയ്തു. എല്ലാവരുടെയും മൈക്രോ സർവേ നടത്തി അവരുടെ ജീവിത നിലവാരം ഉയർത്താനും ഉള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. അല്ലെങ്കിൽ ഇപ്പോൾ സാംസ്കാരിക ഔന്നത്യ ലൈബ്രറികൾക്കൊപ്പം സാധാരണ ജനപ്രതിനിധികളുടെ വികസന പദ്ധതിയിൽ ഇടം കിട്ടാത്തതാണ്. അത് സാംസ്കാരികമായിട്ട് അവരുടെ നിലവാരം ഉയരുന്നതിന് സഹായകരമാണ്. അതുപോലെ അംഗനവാടി ഇപ്പോൾ LP UP സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ 49 സ്കൂളുകളിൽ 3 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള എല്ലാ മേഖലയിലും അതിനുശേഷം ഉന്നത വിദ്യാഭ്യാസം, അത് കഴിഞ്ഞാൽ കൊച്ചിൻ സർവകലാശാലയെ ഇന്ത്യയിലെ 6ാമത്തെ സർവകലാശാല ഉയർത്താൻ, പിന്നെ ഇന്നോവേഷൻ സെന്ററുകൾ, ഗ്രഫീൻ അറോറ പ്രൊജക്ട്, ഓരോ മേഖലയ്ക്കകത്തും ഇടപെട്ടുകൊണ്ടുള്ള പദ്ധതികൾ ഇത് പൂർത്തീകരിക്കൽ തന്നെയാണ് പ്രധാനം. അതുപോലെ 1000 കോടി രൂപയുടെ ജുഡീഷ്യൽ സിറ്റി കളമശ്ശേരിയിലേക്ക് ഭരണാനുമതിയായി. അത് സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുന്നതോടുകൂടി കളമശ്ശേരിയുടെ മുഖച്ഛായ തന്നെ മാറ്റി തീർക്കുന്ന പദ്ധതിയായിരിക്കും. ഇപ്പോൾ IIM കാലിക്കറ്റ് ഇവിടെ അവരുടെ ക്യാമ്പസ് തുടങ്ങുകയാണ്. 200 കോടിയുടെ സയൻസ് സിറ്റി കൊച്ചിൻ സർവകലാശാലയുമായി ചേർന്ന് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്ഥലമേറ്റെടുക്കലിന് ശേഷം മുന്നോട്ട് പോകും. ഇതെല്ലാം സീപോർട്ട് എയർപോർട്ട് റോഡ് പൂർത്തീകരിക്കണം. 3 റോഡുകൾ 10 വർഷമായി വീതി എത്രയാണെന്ന് പോലും നിശ്ചയിക്കാതെ കിടന്നിരുന്ന റോഡുകളാണ്. അതെല്ലാം ഇപ്പോൾ സ്ഥലമേറ്റെടുക്കലിലേക്ക് പോയി. അപ്പോൾ ഇത്തരം പദ്ധതികളാകെ പൂർത്തീകരിക്കാനുള്ളതിലായിരിക്കും പ്രധാനമായിട്ടും കേന്ദ്രീകരിക്കുന്നത്. ഒപ്പം തന്നെ കളമശ്ശേരിയുടെ കൃഷിക്കൊപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള വാല്യൂ അഡീഷൻ, പിന്നെ എൻ്റെ സ്നേഹവീട് പദ്ധതി 100 വീടുകളിലേക്ക് എത്തിക്കുക, ഇത്തരം കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും കേന്ദ്രീകരിക്കുന്നത്. താങ്ക് യു. 28ാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളം ഫാസ്റ്റ് മൂവർ പട്ടികയിൽ തുടർച്ചയായി ഇടം നേടിയതും ടോപ്പ് അച്ചീവർ പദവി 2 തവണ നിലനിർത്തിയതും നേട്ടമായി പ്രചരിപ്പിക്കുന്നു. ഇതിനോടൊപ്പം മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നതും തെരഞ്ഞെടുപ്പിൽ നേട്ടമാകുമെന്നും രാജീവും ഇടതുപക്ഷവും അവകാശപ്പെടുന്നു. മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് കളമശ്ശേരിയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളോട് താരതമ്യം ചെയ്യാൻ കഴിഞ്ഞ 5 വർഷക്കാലം ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് UDF ചൂണ്ടിക്കാട്ടുന്നു. ഇബ്രാഹിം കുഞ്ഞ് പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ റോഡ് വികസനം ഉൾപ്പെടെയുള്ള വികസനങ്ങൾ UDFിൻ്റെ പ്രചാരണ വിഷയമാണ്. ഇബ്രാഹിം കുഞ്ഞിൻ്റെ മരണശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. UDFിന് അനുകൂലമായ അന്തരീക്ഷമാണ് മണ്ഡലത്തിലുള്ളത്. അബ്ദുൽ ഗഫൂർ കഴിഞ്ഞ കാലങ്ങളിൽ മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു. വിപുലമായ വ്യക്തിബന്ധങ്ങൾ തെരഞ്ഞെടുപ്പിൽ നേട്ടമാകുമെന്നും UDF കണക്കുകൂട്ടുന്നുണ്ട്. ജില്ലയിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന ഏക സീറ്റാണ് കളമശ്ശേരി. കഴിഞ്ഞ തവണ ഉണ്ടായ പോലെയല്ല. ഇത്തവണ മണ്ഡലം UDF തിരിച്ചുപിടിക്കുമെന്ന് അബ്ദുൽ ഗഫൂർ ഉറപ്പിക്കുന്നു. ഇത്തവണ മത്സരിക്കുമ്പോൾ താങ്കൾക്ക് ആത്മവിശ്വാസം തോന്നുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം പൊതുവിൽ UDFിന് അനുകൂലമായ ഒരു ട്രെൻഡാണ് കേരളത്തിലുള്ളത്. അതുമാത്രമല്ല, ഇപ്പോൾ കളമശ്ശേരിയിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഒരു വികസന മുരടിപ്പും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ജനപ്രതിനിധിയെ കാണാൻ സാധിക്കാത്ത വിഷയവുമൊക്കെ കാര്യമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നിയോജക മണ്ഡലത്തിൽ. അപ്പോൾ അതെല്ലാം ഒരു നമ്മൾ 2011 മുതൽ 2021 വരെ UDFിൻ്റെ ജനപ്രതിനിധിയായിരുന്ന ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ് ഈ നിയോജക മണ്ഡലത്തിൽ കാണിച്ചൊരു മാതൃകയുണ്ട്. ആ മാതൃകയാണ് നമ്മൾ പിന്തുടരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ഞാൻ പിന്തുടരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അത് ജനങ്ങൾക്ക്, ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ അത് അനുഭവിച്ചറിഞ്ഞവരാണ്. അവർക്കതിനെക്കുറിച്ച് എന്നേക്കാൾ കൂടുതൽ അറിവുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്താഗതി പൊതുവിൽ ജനങ്ങൾക്കിടയിലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റു ജില്ലകളിൽ എന്ന പോലെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ എറണാകുളം ജില്ലയിലും പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. അത് താങ്കളുടെ മത്സരത്തെയും ബാധിക്കുമോ? എറണാകുളം ജില്ലയിൽ എവിടെയാണ് പൊട്ടിത്തെറിയുണ്ട്? എനിക്ക് അറിവില്ല. സാധാരണ രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഒരു പ്രശ്നമില്ലാതെയുള്ളൊരു സ്ഥാനാർത്ഥി നിർണയവും കാര്യങ്ങളാണ് ഉണ്ടായത്. അല്പം വൈകി എന്നുള്ളത് ശരിയാണെങ്കിലും വളരെ കൃത്യമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണി മുമ്പോട്ട് പോയിട്ടുള്ളത്. 3ാം ഊഴമാണ് LDF ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമെന്നാണ് UDF പറയുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് എത്രത്തോളം നിർണായകമാണ്? തെരഞ്ഞെടുപ്പ് UDFിന് അനുകൂലമാണ്. ആ കാര്യത്തിൽ ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു അവസരമാണ് ഏപ്രിൽ 9-ാം തീയതി വരാൻ പോകുന്നത്. അത് ജനങ്ങൾ ഉപയോഗിക്കുക തന്നെ ചെയ്യും. മണ്ഡലത്തിലെ വോട്ടർമാരോട് എന്ത് വാഗ്ദാനമാണ് നൽകാനുള്ളത്? മണ്ഡലത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണ്ഡലത്തിലെ വോട്ടർമാരെ സംബന്ധിച്ച് അവരെ അനുഭവിച്ചിട്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങളുടെയും ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു കാലമുണ്ട്. അതൊരു വലിയൊരു സുവർണ്ണ കാലഘട്ടമായിരുന്നു കളമശ്ശേരി. ആ സുവർണ്ണ കാലഘട്ടം കളമശ്ശേരിക്ക് അടുത്ത 5 വർഷം ഉണ്ടാകും എന്നതാണ് ഉറപ്പ്. അവരോടൊപ്പം നിന്ന് അവരുടെ സുഹൃത്തിനെ പോലെ, ഒരു സഹോദരനെ പോലെ പ്രവർത്തിക്കും എന്നുകൂടിയുള്ള ഉറപ്പാണ് നിയോജക മണ്ഡലത്തിലേക്ക് കൊടുക്കാനുള്ളത്. നന്ദി ശ്രീ അബ്ദുൽ ഗഫൂർ. വിജയാശംസകൾ.
മോദിയുടെ വികസന ഭരണം മാതൃകയാക്കി കേരളത്തിലും NDA മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് സ്ഥാനാർത്ഥി MP ബിനുവിന്റെ പ്രതീക്ഷ. പുതിയ വികസന മാതൃകകൾ കേരളത്തിൽ ഉണ്ടാവാൻ NDA അധികാരത്തിൽ വരണമെന്നും ബിനു പറയുന്നു. നമസ്കാരം. നമ്മളിപ്പോൾ കളമശ്ശേരി നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി MP ബിനുവിനോടൊപ്പമാണുള്ളത്. അദ്ദേഹം എന്തു പറയുന്നു എന്ന് നോക്കാം. കളമശ്ശേരിയിലെ വോട്ടർമാരോട് എന്താണ് പറയുവാനുള്ളത്? കളമശ്ശേരിയിൽ ഞാനിപ്പോൾ ഒരു 10 ദിവസമായിട്ട് മണ്ഡലത്തിൽ എല്ലാ മേഖലകളും സന്ദർശിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മോദിജിയുടേതായ വികസനമാണ് ഇവിടെ വേണ്ടത്. ആ വികസനത്തിന് രാജീവ് ചന്ദ്രശേഖർജി കേരളത്തിലും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിജി ഇന്ത്യ ഭരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർജി ഒരു മുഖ്യമന്ത്രിയായി ഇവിടെ വരികയാണെങ്കിൽ 10 വർഷം കൊണ്ട് നമ്മുടേതായ നാട് ഏറ്റവും കൂടുതൽ വികസിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏതാണ്ട് നമുക്ക് എങ്ങാണ് ഏറ്റവും 1 കോടിയോളം എങ്ങുണ്ട്. ഏതാണ്ട് 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള 1 കോടി യങ് അവരെ സംബന്ധിച്ച് അവരേതായ ജീവിതമാണ് നമുക്ക് വളർത്തേണ്ടത്. ആ വളർത്തുന്നതിന് ഇന്നത്തെ ഓൾഡ് രാഷ്ട്രീയത്തിൻ്റേതായ പ്രവർത്തനങ്ങൾ, ആ രാഷ്ട്രീയ പ്രവർത്തനം നിന്നിട്ട് നമ്മുടെ യങ്ങുകളെല്ലാം തന്നെ അവരേതായ ജീവിതവും വിദ്യാഭ്യാസവും അവരേതായ മാർഗങ്ങളും എല്ലാം തന്നെ ഇന്ന് കെട്ടടങ്ങിയിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് ഇന്നൊരു +2 വിദ്യാഭ്യാസം കഴിഞ്ഞാൽ തന്നെ അവർ വിദേശത്തേക്ക് പോകുന്നൊരു സ്ഥിതിയാണ്. ഇന്ന് കുട്ടികളില്ല, പല വീടുകളിൽ നിന്ന് ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പോൾ അതിനൊരു മാർഗത്തിന് ഇന്നത്തെ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖർജിയുടെ ആ ലാപ്ടോപ്പ് തന്നെ കേരളത്തിൻ്റെ വികസനമാണ് ആ ലാപ്ടോപ്പിലുള്ളത്. ആ ലാപ്ടോപ്പ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുറിച്ചിട്ടിരിക്കുന്ന ആ വികസനം നമ്മുടേതായ കേരളത്തിലും അതോടൊപ്പം തന്നെ കളമശ്ശേരി മണ്ഡലത്തിലെ ഈ വ്യവസായ മേഖലയിൽ ഏറ്റവും കൂടുതൽ വ്യവസായ കമ്പനികളെല്ലാം തന്നെ നശിച്ചു കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം പോലും ഒരു അതിഥി തൊഴിലാളി കത്തി മരണപ്പെടുകയുണ്ടായി. അതൊക്കെ നിങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം കണ്ടതാണത്. അതേപോലെ ഒരു സേഫ്റ്റി ഇല്ല. ആ സേഫ്റ്റി ഇല്ലാതെ നടക്കുന്ന ഈ കമ്പനികളെ ഉയർത്തിയെടുക്കുവാനും അതോടൊപ്പം തന്നെ ആരോഗ്യത്തിന് വലിയൊരു പ്രാധാന്യം നമുക്ക് നമ്മുടേതായ രാജ്യത്ത് നടത്തേണ്ടതായിട്ടുണ്ട്. ആ ആരോഗ്യത്തിന് വലിയ രീതിയിലായിട്ട് വലിയൊരു പ്രാധാന്യം ഞാൻ സന്ദർശിച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് ക്യാൻസർ രോഗികളും ഒരുപാട് നമുക്ക് സങ്കടം വരും, നമ്മുടെ മനസ്സിന് വേദന വരുന്ന രീതിയിലുള്ള ഇതാണ്. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇന്നിരിക്കുന്ന MLA ആയാലും രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് MLA-മാരായാലും UDF ആവട്ടെ LDF ആവട്ടെ അവരെല്ലാവരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരേതായ സമ്പത്തുകളാണ് വളർത്തിയിട്ടുള്ളൂ. താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക് ഒരാൾക്ക് പോലും അവരേതായ ഗുണങ്ങൾ എത്തിയിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവരെ നോമിനേഷനിൽ കൊടുക്കുമ്പോൾ എത്ര സമ്പത്തുണ്ടെന്ന് നോക്കുമ്പോൾ അവരൊക്കെ സമ്പത്തുകൾ കോടിക്കണക്കിന് രൂപയാണ് അവരൊക്കെ സമ്പത്തുകൾ. അതുതന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. സ്വന്തം ജീവിതമാണ് ഇവിടെ നോക്കിയിട്ടെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മണ്ഡല പര്യടനത്തിനിടയിൽ വോട്ടർമാരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? മണ്ഡല പര്യടനത്തിൽ വോട്ടർമാരുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് വെച്ചാൽ ആരോഗ്യത്തിൽ നരേന്ദ്രമോദിജി നടപ്പിലാക്കിയ 70 അവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയായിരുന്നു? അവരുടെ അഭിപ്രായങ്ങളിൽ ആ അഭിപ്രായങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള അവരുടെ ഇൻഷുറൻസ്, ആ ഇൻഷുറൻസ് ഏതാണ്ട് കേരളത്തിൽ മാത്രമാണ് നടപ്പിലാക്കുന്നത്. ആ ഇൻഷുറൻസ് ഇവിടെ നടപ്പിലാക്കണം. അതോടൊപ്പം ആരോഗ്യം, കൃഷി, ശാസ്ത്ര സാങ്കേതിക വിദ്യയെക്കുറിച്ചിട്ടുള്ള അതിൻ്റേതായ ആ ഉയർച്ചകളൊന്നും തന്നെ ഇവിടെ നടപ്പിലാകുന്നില്ല എന്നുള്ളൊരു വിഷമമാണ് യങ്ങിൻ്റെയും എൻ്റെ സന്ദർശന വേളയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ മുന്നണികൾ പരസ്പരം ഡീൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ അടിയൊഴുക്കുകൾ ഇവിടെയും കാണാമോ? അടിയൊഴുക്കുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഘടകകക്ഷിയായ 2020 ആ 2020 നമ്മൾക്ക് വരാനുള്ള ഏറ്റവും വലിയൊരു പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LDF-ഉം UDF-ഉം ഏതാണ്ട് 10-20ഓളം പാർട്ടികളും തീവ്രവാദ പാർട്ടികളും എല്ലാം തന്നെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് 2020 എന്ന പ്രസ്ഥാനത്തിനെ തോൽപ്പിക്കാനും അതോടൊപ്പം തന്നെ കൈപ്പത്തിയുമില്ല, അതോടൊപ്പം തന്നെ അരിവാൾ ചിറ്റിയ നക്ഷത്രവുമില്ലാതെ ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചുകൊണ്ട് അവരെ പരാജയപ്പെടുത്താൻ നോക്കിയതാണ്. അപ്പോൾ ഡീലാര് തമ്മിലാണ്? കൊടുങ്ങല്ലൂരെ സംബന്ധിച്ചിടത്തോളം കൊടുങ്ങല്ലൂരിൽ ആ മുനിസിപ്പാലിറ്റി നമ്മൾ ഭരിക്കേണ്ടതായിരുന്നു. NDA ഭരിച്ച് അവിടെ മുന്നേറ്റത്തിൽ വന്ന സമയത്ത് ഇന്ത്യ സഖ്യം ഒരുമിച്ച് നിന്നുകൊണ്ട്
BJPയെ അല്ലെങ്കിൽ NDAയെ പരാജയപ്പെടുത്താനുള്ള പ്രവൃത്തിയാണത്. അതുകൊണ്ട് ഡീല് അവർ തമ്മിലാണ്. അതോടൊപ്പം തന്നെ സുരേന്ദ്രജി മത്സരിക്കുന്ന ആ മണ്ഡലത്തിൽ ഏതാണ്ട് SDP സ്ഥാനാർത്ഥിനെ പിൻവലിച്ചുകൊണ്ട് ഉള്ളൊരു വലിയ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആര് തമ്മിലാണ് ഡീൽ എന്നുള്ള കാര്യം ഇത് തന്നെ വലിയ ഉദാഹരണമല്ലേ. ഇപ്പോൾ 2020 NDAയോട് കൂടി ചേർന്നിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ സ്വാധീനം ഈ തിരഞ്ഞെടുപ്പിലും കാണുമെന്ന് തന്നെയാണോ പറയുന്നത്? 2020 സ്വാധീനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ടവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതാണ്. നരേന്ദ്രമോദിജി എന്തോ ചെയ്യുന്നത് 2000 രൂപ വെച്ചിട്ട് കൃഷിക്കാർക്ക് അവരുടേതായ അക്കൗണ്ടിലേക്ക് എത്തുന്നു. അതോടൊപ്പം ഓരോ കുടുംബത്തിൻ്റെ ആരോഗ്യമായാലും മറ്റുള്ള എല്ലാ വേദനകളും നരേന്ദ്രമോദി ചെയ്യുന്ന മാതിരി തന്നെയാണ് 2020യും ആ പ്രദേശത്ത് ചെയ്യുന്നത്. അതിൻ്റേതായ പാവങ്ങളെ സഹായിക്കുകയാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അവർ സാബു ജാക്കബ് പോലുള്ള സാറ് നമ്മുടേതായ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നതും ഇതിനാകൃഷ്ടമായിട്ടും വന്നതും. അത് രാജ്യത്തിൻ്റെ വികസനവും രാജ്യം ഏതാണ്ട് ഉന്നതിയിലേക്ക് പോകുന്നത് കണ്ടുകൊണ്ടാണ് NDA സഖ്യത്തിലേക്ക് വന്നിട്ടുള്ളത്. നന്ദി ശ്രീ MP ബിനു. വിജയാശംസകൾ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കളമശ്ശേരിയിൽ കടുത്ത പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ജനഹിതം ആർക്കൊപ്പമാണെന്നാണ് ഇനി അറിയാനുള്ളത്. അതിനായി കാത്തിരുന്നേ മതിയാകൂ. സംസ്ഥാനത്തെ മന്ത്രിയായ P രാജീവിന് തൻ്റെ വിജയം അനിവാര്യമാണ്. രണ്ടാം വട്ടം ജനവിധി തേടുന്ന ശ്രീ അബ്ദുൾ ഗഫൂറിനും തൻ്റെ വിജയം അനിവാര്യമാണ്. പോരാട്ടം തീ പാറുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാം.